എന്നിട്ടോ അവസാനം പറഞ്ഞു നടന്നു എന്ത്? ഇവർ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവരാണ്. ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നാണ് മുജാഹിദുകൾ പറയുന്നത്. മഹാദല്ലാ, അല്ലാഹ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജിന്നിനോടല്ല, മലക്കിനോടല്ല, ഒരു പടപ്പിനോടും പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറയുകയും അത് സമർത്ഥിക്കുവാൻ വേണ്ടി ഖണ്ഡനമണ്ഡലങ്ങളും വാദപ്രതിവാദങ്ങളും നടത്തുന്ന ഒരു ആദർശ പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. ഏകനായ റബ്ബിനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന അടിസ്ഥാന ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ പ്രസ്ഥാനത്തിന് നേരെ ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നവരാണെന്ന് ഇസ്ലാഹിൽ അതിന് ലേഖനം വന്നിട്ടുണ്ട്. അത്രേ, ഞാൻ വായിക്കുന്നില്ല. പക്ഷെ ഇവരുടെ ദുരന്തം എന്താണ് എന്ന് തെളിയിക്കുവാൻ വേണ്ടി ചില കാര്യങ്ങൾ പറയുകയാണ്. എന്താണല്ലേ, ഇതാ ഈ ഇസ്ലാഹിൽ ഏപ്രിൽ 2007 ഇസ്ലാഹിൽ വന്ന ഒരു ലേഖനം. ആ ലേഖനത്തെ എടുത്തു ദുർവ്യാഖ്യാനിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നവരാണ് മുജാഹിദുകൾ എന്ന് ഇവർ പറഞ്ഞു നടന്നത്. എന്നാൽ വളരെ വ്യക്തമായി തന്നെ ഇസ്ലാഹ് അതിന് മറുപടി പറഞ്ഞു കൊടുത്തു. ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു വാദമില്ല എന്ന് മാത്രമല്ല, ഇവർ എടുത്തുദ്ധരിക്കാറുള്ള വരി ആ ഉദ്ദേശത്തിൽ എഴുതിയതോ അത് സമർത്ഥിക്കുന്നതോ അല്ല എന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ ഒരു സാഹചര്യത്തിലും ജിന്നിനോട് സഹായം തേടാൻ ഖുർആനിലും ഹദീസിലും തെളിവില്ല. ഇത്തരം ദുഷ്പ്രചരണങ്ങളെ കരുതിയിരിക്കുക എന്ന് വളരെ വ്യക്തമായി ഇസ്ലാഹ് തന്നെ പരസ്യം ചെയ്യുകയും അതിനുശേഷവും പഴയ വാദം ആവർത്തിക്കുകയും ചെയ്തു. എന്നാൽ എന്താ സംഭവം? ഒരു ഹദീസിന്റെ വിശദീകരണം ഇസ്ലാഹിൽ വന്നതിനെടുത്ത് ദുർവ്യാഖ്യാനിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഇവർ മുജാഹിദുകൾ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് പറഞ്ഞു നടന്നത്. എന്നാൽ ഇവർ എത്തിപ്പെട്ട ദുരന്തം എന്താണെന്ന് ചോദിച്ചാൽ അതേ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് സാക്ഷാൽ ചെറിയ മുണ്ടം തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചോദ്യോത്തര രൂപത്തിൽ വരുന്ന ഷബാബിലെ പടക്തിയിൽ മാത്രമല്ല, പ്രാർത്ഥന തൗഹീദ് ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്ന പേരിൽ പുറത്തിറങ്ങിയ ഈ പുസ്തകത്തിലും, അതുപോലെ തന്നെ ജീവിതത്തിലെ ഇസ്ലാമിക നിയമങ്ങൾ എന്ന പുസ്തകത്തിലും ഒരുപോലെ ഇത് ആവർത്തിച്ചു വന്നു. എന്താ സംഗതി എന്നറിയോ? ഒരു ചോദ്യമാണ്. എന്താ ചോദ്യം? വിജനമായ സ്ഥലത്ത് വെച്ച് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ യാ ഇബാദല്ലാഹ് അഈനൂനി, അല്ലാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണമെന്ന് പറയണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. മുഹദ്ദിസുകളായ ആളുകൾ യാ ഇബാദല്ലാഹ് എന്നതിന് മരിച്ചുപോയ സജ്ജനങ്ങളായ മുഅ്മിനുകളായ ആളുകളുടെ ആത്മാക്കളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിരിക്കുന്നു. അവർ നിങ്ങളെ സഹായിക്കും. മരുഭൂമിയിലൊക്കെ ആവുമ്പോൾ പിശാചുക്കളുടെ വിഹാര കേന്ദ്രമാണ്. അവരിൽ ജിന്നുകളിൽപ്പെട്ട നല്ല വിഭാഗം ഉണ്ടാവും. അവരെയാണ് വിളിക്കുന്നത്. അവർ സഹായത്തിനെത്തും. ആ നിലക്ക് അല്ലാഹുവിന്റെ അടിമകളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണമെന്നാണ് ജിന്ന് സത്യവും മിഥ്യയും എന്ന മുസ്ലിയാരുടെ പ്രസംഗത്തിൽ നിന്ന്. ഈ ഹദീസിനെ സംബന്ധിച്ച് എന്താണ് അഭിപ്രായം? ഈ ചോദ്യം ചോദിക്കണം ആരോടാ? ചെറിയ മുണ്ടത്തിനോട്. അതിന് അദ്ദേഹം മറുപടി പറഞ്ഞു. ആ മറുപടി പറയുന്ന കൂട്ടത്തിൽ അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് അദ്ദേഹം സമർത്ഥിച്ചു. അതിന് തെളിവുകൾ ഉദ്ധരിച്ചു. എന്നിട്ട് അദ്ദേഹം ഇതിനെ വിശദീകരിച്ചിട്ട് പറയാണ്, ജിന്നുകൾ അള്ളാഹുവിന്റെ അടിമകളാണ്. അവരുടെ അസ്തിത്വത്തെയോ കഴിവുകളെയോ സംബന്ധിച്ച വിശദ വിവരങ്ങൾ ഖുർആനിലോ പ്രാമാണികമായ ഹദീസുകളിലോ ഇല്ല. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജിന്നുകളെ കൊണ്ട് ജോലി ചെയ്യിച്ചിരുന്നു. അവരോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അദ്ദേഹം ജിന്നുകളോട് പ്രാർത്ഥിച്ചുവെന്ന് ഖുർആനിലോ ഹദീസിലോ പറഞ്ഞിട്ടില്ല. എന്നിട്ട് അടുത്ത വാചകം, അതുപോലെ വിജനപ്രദേശത്തുണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. അപ്പൊ ഇത് ചെറിയ മുണ്ട് എഴുതിയതാ. ഇതിന് തത്തുല്യമായ വാചകം ഇസ്ലാഹിൽ വന്നു. പക്ഷെ ഇസ്ലാഹിൽ വന്നത് മാത്രം പൊക്കിപ്പിടിച്ച് ജിന്നുകളോട് പ്രാർത്ഥിക്കുന്നവരാണ് മുജാഹിദുകൾ എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഞങ്ങൾ പ്രതിരോധിക്കാൻ തുടങ്ങി. ഈ ചെറിയ മുണ്ടത്തിന്റെ പുസ്തകം എടുത്തുദ്ധരിക്കാൻ തുടങ്ങി. മാത്രമല്ല മറ്റു ശബാബുകൾ എടുത്തുദ്ധരിക്കാൻ തുടങ്ങി. സലാസുലമി തന്നെ എഴുതി വെച്ച് എടുത്തുദ്ധരിക്കാൻ തുടങ്ങി. തൗഹീദ് ഒരു സമഗ്ര പഠനത്തിൽ സലാസുലമി എഴുതി എടുത്തുദ്ധരിക്കാൻ തുടങ്ങി. അങ്ങനെ അവസാനം ഗതിയില്ലാതെ വന്നപ്പോ എന്താണ് ഈ പറഞ്ഞ ഈ വാചകത്തെക്കുറിച്ച് നമ്മുടെ നാട്ടിലെ വടവൂരികൾ പറയുന്നതറിയോ? ചെറിയ മുണ്ടം പറഞ്ഞത് ശരിയാണ്. നിങ്ങൾ വളരെ വ്യക്തമായി ഇത് മനസ്സിലാക്കണം. ചെറിയ മുണ്ടം പറഞ്ഞത് ശരിയാണ്. കേട്ടോളൂ. ഇതിനെ ന്യായീകരിച്ചിട്ട് ഒരുമല്ല പ്രസംഗിക്കുന്നത്. ചെറിയ മുണ്ട് എഴുതിയത് എന്താ അറിയോ? അദ്ദേഹം തന്നെ വായിച്ചു അത് വളരെ കൃത്യമായി. അതുപോലെ വിജന പ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. പ്രത്യേകം എടുത്തു പറഞ്ഞു, അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയം.
എന്ത് കഴിവാ അവർക്ക് നൽകപ്പെട്ടിട്ടുള്ളത്? അതിൻ്റെ മുകളിൽ വളരെ കൃത്യമായി പറഞ്ഞു, ഖുർആനിലോ സുന്നത്തിലോ അങ്ങനെ പ്രത്യേകം കഴിവ് നൽകിയതായി തെളിയിച്ചിട്ടില്ല. അങ്ങനെ ഖുർആനിലോ സുന്നത്തിലോ അവർക്ക് പ്രത്യേകം കഴിവുകളുണ്ട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റിയത് എങ്കിൽ ചോദിച്ചോന്നാ. അങ്ങനെ ഖുർആനിലോ സുന്നത്തിലോ അവർക്ക് പ്രത്യേകം കഴിവുകളുണ്ട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റിയത് എങ്കിൽ ചോദിച്ചോന്നാ. കണ്ടോ, ഇപ്പൊ ആരാ ജിന്നോട് ചോദിക്കാന്ന് പറഞ്ഞത്? നമ്മൾ പറഞ്ഞു പാടില്ലാന്നാ. ജീവിതത്തിന്റെ ഒരു സാഹചര്യത്തിലും ജിന്നോട് സഹായം തേടാൻ പാടില്ലെന്നാ. ഇപ്പൊ മുല്ലാക്ക ഇത് വിശദീകരിച്ച് പറയണെന്താ? ഈ പുസ്തകത്തെ വിശദീകരിച്ചിട്ട് അദ്ദേഹം പറയാണ്, എന്തെങ്കിലും കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന് ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ സ്ഥിരപ്പെട്ടാൽ ചോദിച്ചോ എന്നാണ് ചെറിയ മുണ്ടൻ പറയുന്നത്. ചോദിക്കാം. ഒരു സ്ഥലത്ത് മാത്രമല്ല, വീണ്ടും അദ്ദേഹം ഇതേ വാചകം പറയും. നിങ്ങൾ ശ്രദ്ധിച്ചു, അബദ്ധത്തിൽ പറഞ്ഞു പോയതല്ല. മറ്റൊരു സ്ഥലത്ത് ഇതേ വാചകം ഇദ്ദേഹം ആവർത്തിക്കുന്നത് കേട്ടോളൂ. ചെറിയ മുണ്ടം എഴുതി എന്ന് പറഞ്ഞ് ഇവർ കാണിക്കുന്നതോ, ചെറിയ മുണ്ടം വളരെ കൃത്യമായി പറഞ്ഞത് അങ്ങനെ വല്ല കഴിവും കൊടുത്ത് എന്ന വിവരം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ എന്നാ. ചെറിയ മുണ്ടം എഴുതി എന്ന് പറഞ്ഞ് ഇവർ കാണിക്കുന്നതോ, ചെറിയ മുണ്ടം വളരെ കൃത്യമായി പറഞ്ഞത് അങ്ങനെ വല്ല കഴിവും കൊടുത്ത് എന്ന വിവരം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ എന്നാ. കണ്ടോ, വല്ല കഴിവും ജിന്നേക്ക് കൊടുത്തിരുന്ന വിവരം കിട്ടിയാൽ ചോദിക്കാം, ജിന്നിനോടും ചോദിക്കാം. അത് ചെറിയ മുണ്ടം പറഞ്ഞിട്ടുണ്ട്, അത് ശരിയാണെന്ന് അദ്ദേഹം പറയുന്നത്. ജിന്നോട് ചോദിക്കാം. ഇനി അതുകൊണ്ട് അവസാനിച്ചോ? അവസാനിച്ചില്ല. ഇനി ഇദ്ദേഹം തന്നെ മറ്റൊരിടത്ത് പറയാണ്, എന്ത് ജിന്നിന് കഴിവ് കൊടുത്തിട്ടുണ്ട്, ഖുർആൻ കൊണ്ട് ബോധ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം നമ്മളോട് ചോദിക്കുക, അങ്ങനെയെങ്കിൽ ആ ഇഫ്രീത്തിനോട് ചോദിക്കാമോ? കേട്ടോളൂ, കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നതും ചോദിക്കാമോ എന്ന് ചോദിക്കുന്ന ഒരുപോലെ കേട്ടോളൂ. എന്ന് പറഞ്ഞു, താങ്കളുടെ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് ഞാൻ അത് കൊണ്ടുവന്ന് തരാം. ശരി, ഇഫ്രീത്ത് അങ്ങനെ പറഞ്ഞു. പക്ഷെ ഇഫ്രീത്ത് കൊണ്ടുവന്ന് കൊടുത്തിട്ടില്ല. ഇഫ്രീത്തിന് അതിന് കഴിവുണ്ട് എന്നാ മനസ്സിലാവുന്നത്. ഞാൻ ചോദിക്കട്ടെ, എങ്കിൽ ഇഫ്രീത്തിനെ വിളിച്ച് സിംഹാസനം വേണ്ട, ആ സ്റ്റൂള്, ആ കസേരൊന്നൊന്ന് ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവാ ഇഫ്രീത്തെ എന്ന് പറയാൻ പറ്റുമോ? കഴിവ് കൊടുത്തിട്ട് ചോദിക്കാന്നല്ലേ ചെറിയ മുണ്ടൻ പറഞ്ഞത്? കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന് നിങ്ങൾ തന്നെ പറയുന്നു. കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം എന്ന്. അങ്ങനെ കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചോദിക്കാമെന്ന് ചെറിയ മുണ്ടൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞത്. അപ്പോ ഇഫ്രീത്തിനോട് ചോദിച്ചാൽ തെറ്റാവൂല എന്നാണ്, ചെറിയ മുണ്ടത്തിന്റെ വാദം വഴി എത്തിച്ചേരുക എന്നാണ് നിങ്ങളുടെ വിശദീകരണത്തിൽ നിന്ന് വരിക. അപ്പൊ ജിന്നോട് ചോദിക്കാമെന്ന് പറഞ്ഞാരാ? ജിന്നോട് തേടാമെന്ന് പറഞ്ഞാരാ? അപ്പൊ അബദ്ധം, ആ കുരുക്ക് സ്വന്തം കാലിൽ തന്നെയാണ് പെട്ടത്. ഇനി അതുകൊണ്ട് അവസാനിച്ചില്ല. ഇതിന്റെ രസം ഞാൻ പറഞ്ഞുതരാം. നാട് നിങ്ങളെ ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന നടത്തുന്നത് കൊണ്ട് വളരെ വ്യക്തമായി ഇത് മനസ്സിലാക്കിയിരിക്കണം. ഇത് അടുത്ത സമയത്ത് ഇതൊക്കെ അതിനെ ന്യായീകരിച്ചാണ് ഇപ്പൊ കേട്ടത്. ചെറിയ മുണ്ടത്തെ ശരിപ്പെടുത്തിയാണ് ഇപ്പൊ കേട്ടത്. ഇത് 2009 ഡിസംബർ, ഇത് 2010 ജനുവരി അവസാനം, കഴിഞ്ഞ മാസം ഇറങ്ങിയ ശബാബ്. ആ ശബാബിൽ വീണ്ടും ഇത് ആവർത്തിച്ചു, ഇതേ കാര്യം ആവർത്തിച്ചു. എന്ന് കേട്ടോളൂ. ഈ വിഷയത്തെ പറ്റി വീണ്ടും ഒരു ചോദ്യം വന്നപ്പോൾ മറുപടി പറയാ. മുജാഹിദുകൾക്കിടയിൽ ജിന്ന് വിവാദം ആരംഭിക്കുന്നതിന് വളരെ മുമ്പ് ഒരു മുസ്ലിയാരുടെ പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ചോദ്യത്തിന് ഈ പടത്തിയിൽ മുസ്ലിം നൽകിയ മറുപടിയിൽ 2 കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ഒന്ന്, വിജനമായ ഒരു സ്ഥലത്ത് നിന്ന് അള്ളാഹുവിന്റെ അടിയാന്മാരെ നിങ്ങൾ എന്നെ സഹായിക്കണമെന്നൊരാൾ ആവശ്യപ്പെട്ടാൽ അത് പ്രാർത്ഥനയാണെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല എന്നാണ്. പ്രാർത്ഥന എന്നാൽ ഏറെ താഴ്മയോടുള്ള ബ്രാക്കറ്റിൽ കാര്യകാരണ ബന്ധത്തിന് അപ്പുറമുള്ള അപേക്ഷയാണെന്നാണ് മുസ്ലിം മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാ. ഇത് ചെറിയ മുണ്ടൻ വീണ്ടും ന്യായീകരിക്കുകയാണ്, വീണ്ടും പറയുകയാണ്. ഈ പറഞ്ഞത് ശരിയാണോ എന്നുള്ളത് അടുത്ത ശബാബ്. ആ ശബാബിൽ PR അഹമ്മദ് ഹുസൈൻ പാറക്കടവ് അയാൾ പറയാണ്, മറുപടി ശ്രദ്ധേയമായി. ഈ മറുപടി, ചെറിയ മുണ്ടത്തിന്റെ മറുപടി ശ്രദ്ധേയമായി. ഇങ്ങനെ ഒരാൾ ലോകത്ത് ജീവിച്ചിരിപ്പില്ല കേട്ടോ. ഇങ്ങനെ ആൾ, ഈ പാറക്കടവ് PR അഹമ്മദ് ഹുസൈൻ എന്ന് പറയുന്ന ആള് ലോകത്ത് ജീവിച്ചിരിപ്പുള്ള ആളല്ല. ഇനി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് പ്രശ്നമില്ല. വഞ്ചനയും അതുപോലെ തന്നെ ഈ രൂപത്തിലുള്ള ഈ കോട്ടിമാട്ടലും ഒക്കെ ആണല്ലോ ഇവരുടെ അടിസ്ഥാനം. അതുകൊണ്ട് ഇത് ചെറിയ മുണ്ടൻ പറഞ്ഞ് ശരിയാണ്, മറുപടി ശ്രദ്ധേയമായി എന്ന് വീണ്ടും ശബാബ് ആവർത്തിക്കുന്നു. അപ്പൊ 1 മുതൽ നമ്മളൊന്ന് മനസ്സിലാക്കണം. ആദ്യം നമ്മുടെ പേരിൽ ആരോപണ, എന്ത് ജിന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു എന്നാ. എന്ത് യാ ഇബാദല്ലാഹ് എന്ന ഹദീസിനെ വിശദീകരിച്ച് ഒരു മുസ്ലിയാർക്ക് മറുപടി പറഞ്ഞ ആ ഭാഗം എടുത്ത് ദുർവ്യാഖ്യാനിച്ചിട്ടാണ് നമ്മുടെ മേൽ ആരോപണം ഉന്നയിച്ചത്. എന്നാൽ അതേ ചോദ്യത്തിന്റെ ഉത്തരം ചെറിയ മുണ്ടൻ പറഞ്ഞു, അതുപോലെ തന്നെ വിശദീകരിച്ചു. അത് ശരിയാണ് എന്ന് അലിമദനി പറഞ്ഞു. അങ്ങനെ ജിന്നുകൾക്ക് കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചോദിക്കാം, തെറ്റില്ല എന്ന് പറഞ്ഞു. അതാണ് ചെറിയ മുണ്ടൻ പറഞ്ഞതിൽ തെറ്റില്ല, യാതൊരുവിധ പ്രശ്നവുമില്ല എന്ന് അദ്ദേഹം സമർത്ഥിച്ചു. വീണ്ടും ശബാബ് ന്യായീകരിച്ചു, ആ മറുപടി ശ്രദ്ധേയമായി എന്ന് പറഞ്ഞു. ഇനിയാണ് പടലപ്പിണക്കത്തിന്റെ ഏറ്റവും മൂർത്തമായ ഭാവം നിങ്ങൾ കേൾക്കേണ്ടത്. എന്നാൽ ഈ 2009 ഡിസംബർ മാസം ഈ ശബാബിൽ വന്നതിന് ശേഷം സാക്ഷാൽ സലാസുല്ലമിയോട് ചോദിച്ചു, അല്ല ചെറിയ മുണ്ടൻ പറഞ്ഞത് ശരിയാണോ എന്ന്. സാക്ഷാൽ സലാസുല്ലമിയോട് ചോദിച്ചു, ചെറിയ മുണ്ടൻ പറഞ്ഞത് ശരിയാണോ?
അത് നിങ്ങൾ കേട്ടോളൂ. ചെറിയ മുണ്ടത്തിന് സലാം സുല്ലമി നൽകുന്ന മറുപടി എന്താണെന്നും കേട്ടോളൂ. ഹലോ, അസ്സലാമു അലൈക്കും. സാർ, ഈരൊക്കെ ശബാബിലേ ആ മുസ്ലിമിന്റെ ചോദ്യോത്തരത്തിൽ മറ്റേ വിഷയം ഉണ്ടല്ലോ, മറ്റേ വിജനപ്രദേശത്ത് വെച്ച് അള്ളാഹു എന്നെ സഹായിക്കണം വെച്ച പ്രാർത്ഥനയാവട്ടെ. അതിപ്പോ ഞാൻ നോക്കുമ്പോഴാ വളരെ അപകടമാണ് അയാളെ എഴുതിയത്. അത് ആരെയും മുസ്ലിം കൈകാര്യം ചെയ്യണത്? അത് ചെറിയ മുണ്ടേ. എന്താ അപകടം എന്നറിയാം. കാരണം തായ്മയോട് കൂടി അദൃശ്യ മൽക്കിനും ചിമ്മിനും വിട്ടു തേടിയാൽ തന്നെ തായ്മയല്ല. വിപ്പൽ ഘട്ടത്തിൽ സായം തേടുന്ന തന്നെയല്ലേ തായ്മ. ഇതിപ്പോ സാറിന്റെ ശ്രദ്ധപ്പെട്ടല്ലേ? ഞാൻ ഇപ്പോഴാണ് എന്ത് ശ്രദ്ധപ്പെട്ട. ഇങ്ങോട്ടാരെ വിളിച്ചു വന്നിട്ടാ നോക്കിയതാ. നിങ്ങൾ ആരെയും വിളിച്ചു വന്നിട്ട്? ഞാൻ ഒരാള് ഏതായാലും ചങ്ങായി വിളിച്ചു പറഞ്ഞു ഇങ്ങനെ. നേതാക്കൾ ആരെയും വിളിച്ചു ചോദിച്ചോ? ഞാൻ ചോദിച്ചിട്ടില്ല, നിങ്ങളൊക്കെ വിളിച്ചു ചോദിക്കി. അല്ല, എന്താണ് ഇപ്പൊ ഇത്? അതിപ്പോ നമ്മൾക്ക് വിജനപ്രദേശത്ത് വിളിച്ച പ്രാർത്ഥന നമുക്ക് യോജിക്കാൻ പറ്റുമോ? എങ്ങനെ യോജിക്കാൻ പറ്റുന്നത്? മലക്കിനും ചിനിയും ഉദ്ദേശിച്ചാൽ പ്രാർത്ഥനയായില്ലേ? ശരി. അത് ദൃശ്യമാർഗത്തിലുള്ള സായന്തട്ട പ്രാർത്ഥനയല്ലേ? ചെറിയ മുണ്ടാണ് എഴുതണല്ലേ? അത് മൂപ്പര് മുമ്പ് എഴുതിക്കണില്ല വിഷയം. മൂപ്പര് എഴുതിക്കുന്നത് കൊണ്ട് ന്യായീകരിച്ചതാണ് മൂപ്പര് അതിനെ. അതെന്താ അങ്ങനെ? മൂപ്പർക്ക് എന്താ ഇല്ല ഇങ്ങനെ? എന്താ അറിയില്ല, അയാള് മുമ്പ് എഴുതിയതാണ്, ഇനി വീണ്ടും ന്യായീകരിച്ചെന്നുള്ളൂ. ശബാബ് വിളിച്ചാൽ ചോദിച്ചു. പിന്നെ സലാമോലുവിന്റെ ലേഖനം ഇപ്പൊ 2-3 ലക്കം കഴിഞ്ഞ ഈ ലക്കത്തിലല്ല, കഴിഞ്ഞ 2 ലക്കം ഇല്ലല്ലോ. 5 കൊടുക്കൂല, 5 കൊടുക്കാൻ താല്പര്യം. ഞാൻ ലേഖനം കൊടുക്കലുണ്ട്, എന്നാലും ഒരു പ്രസിദ്ധീകരിക്കൂല. എന്റെ ലേഖനം വരാത്ത സന്ദർഭത്തിലൊക്കെ ഞാൻ കൊടുക്കലുണ്ട്. ഓൽക്കതിനോട് താല്പര്യം, ഓൾക്ക് ഇങ്ങനത്തെ ഇതിനോടൊക്കെ താല്പര്യമുള്ളൂ. കണ്ടോ? പടലപ്പിടക്കത്തിന്റെ ഏറ്റവും മൂർത്തമായ രൂപമാണ് സാധു സലാം സുല്ലമി. ഈ രൂപത്തിൽ നേരത്തെ ആദ്യം പറഞ്ഞ വാചകമൊന്നും പറഞ്ഞു, ബേസ് നേരത്തെ ഇട്ട് തന്നല്ലോ, അത് മറന്നു പോരുത്. ഈ കാര്യത്തിൽ ഒരിക്കലും സലാം സുല്ലമിയെ ഒറ്റപ്പെടുത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. സലാം സുല്ലമി ഹദീസ് നിഷേധിയല്ല, ഒറ്റപ്പെടുത്താൻ ഒരിക്കലും ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ സലാം സുല്ലമി ഒറ്റപ്പെടുത്തൂല, സലാം സുല്ലമി ഹദീസ് നിഷേധിയല്ല എന്ന് വസീയത്ത് സെക്രട്ടറി പറഞ്ഞൊന്നും മറക്കാൻ പാടില്ല. അപ്പൊ ഏതായിരുന്നാലും ഈ രൂപത്തിൽ ലേഖനം അയച്ചു കൊടുത്താലും പ്രസിദ്ധീകരിക്കണില്ല എന്നാണ്. ഇത് നമ്മളോട് മാത്രമല്ല, പിന്നെയും പറയേണ്ടത് കേട്ടോളൂ. അദ്ദേഹം മറ്റൊരാളോട് പറയുക രംഗം കൂടി നിങ്ങൾ കേട്ടോളൂ, കൃത്യമാണ്. ഹലോ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. സാർ, ഇത് കാസർഗോഡ് നിന്നാണ്. പിന്നെ എന്നൊക്കെ സാറിന്റെ ലേഖനം ശബാബില് 2 ലക്കം. ഞാൻ ഓലിങ്ങനെ പ്രസിദ്ധീകരിക്കൂല, ഞാൻ കൊടുക്കലുണ്ട്. ഓല് ഇങ്ങനെ മാറ്റിയൊക്കെ വെച്ചാ അങ്ങനെ അതായപ്പോ ദേഷ്യം വന്നത്. ഞാൻ ശബാബിൽ വരാത്തന്നൊക്കെ ലേഖനം കൊടുക്കലുണ്ട്. ഓല് ഒരു ലേഖനം ഇല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കും. അത്ര. അപ്പൊ രണ്ടാമത്തെ ഉള്ളില് കുറച്ച് ചെറിയ മുണ്ടത്തിന്റെ ആശയക്കാരുണ്ട്. ഏതായാലും ഈ ആഴ്ച കൊടുത്തിക്കണോല്ലേ? ഈ ആഴ്ച അങ്ങനെ ഈ ആഴ്ച നല്ല സാർ. ഞാൻ ഒരു 15 ലക്കത്തേക്കുള്ള ലേഖനം എഴുതി വെച്ചിട്ടുണ്ട്. അല്ല, ഇപ്പൊ ഞമ്മക്കിപ്പോ ഇത് അവർക്ക് കാര്യമായിട്ട് ഇപ്പൊ കണ്ടെന്ന് സാറ് മാത്രമേ ഉള്ളൂ. അതെ, അത് നിങ്ങളൊക്കെ വിളിച്ച് പറയുന്ന സഭാബക്ക് അതിനോട് വലിയ താല്പര്യമല്ല. ഇന്ത്യ ലേഖനത്തോട് ഓൾക്ക് ഇങ്ങനെ വേണ്ടാത്ത ബഡായി ലേഖനത്തോടൊക്കെ താല്പര്യം. ഓർക്കിപ്പോ ഇത് കുറച്ച് ആദർശമല്ലേ വലുത്. അതെ, ആദർശമാണ് വലുത്. അതിനാ മുൻഗണന നൽകേണ്ടത്. അപ്പൊ ശബാബിൽ തന്നെ ഇപ്പൊ സാറിന്റെ ലേഖനക്ക് എതിരുള്ള ആൾക്കാരുണ്ടല്ലേ? എന്തെന്നോ ഒരിക്കല് നിർത്തി വെക്കണം എന്ന് വരെ പറഞ്ഞിട്ടാണ് ജവാബിലെ ഉള്ള ആളുകള് തന്നെ സാറിന്റെ ലേഖനം. അയ്യോ, അതേതായാലും അങ്ങനെ അനുവദിക്കും. അതാണ്. അതേ നമ്മളിലും കുറച്ചിതുണ്ട്. ഈ ആദർശത്തോട് താല്പര്യം ഇല്ലാതെ ഇങ്ങനെ ബഡായി ഇങ്ങനെ ഇതൊക്കെ ഉള്ള ഇതിനോട് താല്പര്യമുള്ള ആളുകള് തന്നെ. നമ്മള് സാറിന്റെ പിന്നെ ഇസ്ലാം പിന്നെ പുറത്തിറങ്ങില്ല, എന്തെങ്കിലും നിന്ന ഇനിയിപ്പോ നോക്കണം ഇൻഷാ അല്ലാഹ്. അല്ലാതെ രക്ഷയില്ലായി. സ്വന്തം എന്തേലും മാറ്റി ഇറക്കിട്ടന്നായിട്ട്. കണ്ടോ? അപ്പൊ ഇനി അലിസ്ലാവ് പഴയ തുടങ്ങണം എന്നാലും രക്ഷയുള്ളൂ എന്നാ. അല്ല, ഇവരെന്നെ പൊറപ്പിക്കില്ല എന്ന് പറയണേ. കാരണം ചെറിയമുണ്ടം ഗ്രൂപ്പിന്റെ ആൾക്കാരകത്തുള്ളത് നമ്മൾ വെറുതെ കെട്ടിപ്പറയാന്ന് ഇവര് പറയാ. അല്ല, ചെറിയമുണ്ടം ഗ്രൂപ്പ് ഒന്നുണ്ട്, ഖത്തർ ഗ്രൂപ്പ് വേറുണ്ട്, അതുപോലെ SSF അഥവാ സലാം സുല്ലമി ഫാൻസ് അത് വേറുണ്ട്. അങ്ങനെ പല ഗ്രൂപ്പുകളായി ചിന്ന ഭിന്നായി കിടക്കാൻ. ഞങ്ങൾ വളരെ ലളിതമായി പറയട്ടെ മാന്യ സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എന്തെങ്കിലുമൊക്കെ ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അയാൾ കൊണ്ടുനടന്നോട്ടെന്ന് വിചാരിക്കല്ലാതെ അതെല്ലാം ഈ ദീനിന്റെ പേരിൽ, ഇസ്ലാമിന്റെ പേരിൽ വെച്ച് കെട്ടാൻ പാടില്ല. നമ്മൾ വളരെ വ്യക്തമായി ഇത് പറഞ്ഞു, വളരെ വ്യക്തമായി ഇത് സമൂഹത്തെ പഠിപ്പിച്ച കാര്യം. ഒരിക്കലും എന്തെടുക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളെ ഈ പ്രസ്ഥാനത്തിന്റെ പേരിൽ വെച്ച് കെട്ടിക്കൊണ്ടുവരാൻ പാടില്ല. ഇവർക്ക് വന്ന ദുരന്തം അതാണ്. മുജാഹിദ് പ്രസ്ഥാനത്തെ പിളർത്തി പുറത്തു പോയപ്പോ ന്യായം പറയാനില്ല. എന്താ നിങ്ങൾ പിളർത്തി വന്നത്? ഈ മഹത്തായ പ്രസ്ഥാനത്തെ എന്തിനാണ് ഈ രൂപത്തിൽ നിങ്ങൾ ക്രൂശിച്ചത്? ഇപ്രകാരം നിങ്ങൾ ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ശ്രമിച്ച എന്തിനാന്ന് ചോദിച്ചപ്പോ ന്യായം പറയാൻ വേണം. അതിന് ജിന്നിനെ പിടിച്ച് ഒരു സിഹിർ പറഞ്ഞ് തൽക്കാലം പിടിച്ചു നിൽക്കാമെന്നാ വിചാരിച്ചത്. അപ്പൊ നിൽക്കാൻ ഒരാളെ കിട്ടണം, എന്നും പറയാൻ പറ്റിയ ഒരാളെ കിട്ടണം. അതിന് കിട്ടിയപ്പോ നോക്കുമ്പോ പറ്റിയ ആളാരാ? സലാം സുല്ലമിയ. മുന്നിൽ നിർത്തി ദഅവത്ത് നടത്തി. അവസാനം വന്നപ്പോഴോ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെ തന്നെ തള്ളിക്കളയുന്ന പിച്ചിച്ചി എന്നൊരു സമൂഹം പുറകിലുണ്ടായി.
ഇപ്പോൾ തള്ളാനും വയ്യ, കൊള്ളാനും വയ്യ, ചെകുത്താനും കടലിൽ നടുക്കെന്ന് പറഞ്ഞതുപോലെ അവിടെ പെട്ടു നിൽക്കുകയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കി